പോട്ടെ കാണാം. രാമശ്ശേരി, അതായത് 4 അക്ഷരം. ആ 4 അക്ഷരത്തെ ലോകത്തിന്റെ ശ്രദ്ധയിലെത്തിച്ചത് ഒരൊറ്റ വിഭവമാണ്, നമ്മുടെ സ്വന്തം രാമശ്ശേരി ഇഡ്ഡലി. അപ്പോൾ കൂടെ തള്ളി മറക്കലും പരിപാടികളൊന്നുമില്ല, നേരെ പോവുക. നല്ല രാമശ്ശേരി ഇഡ്ഡലി കഴിക്കണം, നല്ല വിശപ്പുണ്ട് മക്കളെ. ഇവിടെ പോര്, കമോൺ. കഴിച്ചായിരുന്നോ? കഴിച്ചു. അമ്പി അവർ 20 ഇഡ്ഡലി വേറെ, 200 ഇഡ്ഡലി വേറെ കേട്ടോ. പിന്നെ അരിയും ഉഴുന്നും ഉലുവയും, അത് 1 കിലോന് 100 ഉഴുന്ന് ഇടേണ്ടി വരും. പിന്നെ ഉലുവ കുറച്ച് ഇടേണ്ടി വരും. ആട്ടി പാകം ചെയ്യണം. പാകം ചെയ്തിട്ട് ഇതില്ലേ നൂൽ വല കെട്ടണം. ഇതിൽ മണ്ണിൻ്റെ ഓട് കൊണ്ട് വല കെട്ടി ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കും. നമുക്ക് ഈ വീട്ടിൽ സാധാരണ വേറെ ഒരു കുക്കറിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും? കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അത് സ്പോഞ്ച് മാരി വരും. പ്ലാച്ചിയില പറയും. പ്ലാച്ചിയ നമ്മൾ തേക്കല്ല, ഉപ്പു അല്ലല്ല, തേക്കല്ല. തേക്കല്ല, വേറൊരു സാധനമാണത്. ഇത് അടയൊക്കെ ഉണ്ടാക്കില്ലേ നമ്മള്, ഇലയുടെ അയ്യന്മാര്. മണ്ണിന്റെ വക്കാണത്. മണ്ണില്ലേ വക്ക്, ഇങ്ങനെ ഉണ്ടാക്കുക പശുമാരില്ലേ, അവരുണ്ടാക്കണതാണ്. പക്ഷെ ഈ നൂല് മാത്രം നമ്മള് കെട്ടുന്നതാണ്. ഇത് ലൈൻ നൂലിന്റെ കോട്ടൺ നൂല്, നൂൽ കയറാണ്. ആ കോട്ടൺ നൂലിന്റെ മേലെ ഈ ഇതെന്ത് പേപ്പറോ? അത് തുണിയാണ്. തുണി, സാധാ തുണി. സാധാ തുണിയല്ല, കോട്ടൺ തുണിയുണ്ട്. കോട്ടൺ തുണി. അത് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് മീൻ വലയായിരുന്നു മുമ്പ്. പക്ഷെ മീനിന്റെ വല അപ്പൊ നൂലിന്റെ ആയിരുന്നു, പ്ലാസ്റ്റിക്കിന്റെയാണ് വരുന്നത്. അത് കാരണം ഒരുങ്ങിപ്പോകും. നമ്മള് തമിഴൊക്കെ വിട്ടപ്പോ മൊത്തം മലയാളം മാറിയോ? തമിഴിനെ ഞങ്ങള്, പക്ഷെ മലയാളം നാട്ടിലല്ലേ ഇരിക്കണത്. മലയാള നാട്ടിലാണ് ഞങ്ങൾ പഠിക്കണമെന്ന്. അപ്പൊ അത് തമിഴ് അറിയോ? ഓ, അറിയാം. സോഫ്റ്റ് വട കേട്ടോ. ഈ പൂ പോലത്തെ വട എന്നൊക്കെ കേട്ടില്ല നമ്മള്. സോഫ്റ്റ് വട, നല്ല ചൂടും. അമ്മ തുടങ്ങുമ്പോഴേ എത്ര 54 വർഷമായില്ലേ എല്ലാം കൂടെ അല്ലേ? 55 കൊല്ലാവും. പാലക്കാടിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഒരു ഗ്രാമഭംഗി ആ പ്രദേശത്തുണ്ടാവും. പക്ഷേ രാമശ്ശേരിക്ക് ഒരു പ്രത്യേക ഭംഗി കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പറയും ഈ വരാന്ത കോലായി എന്നൊക്കെ പറയും, കോഴിക്കോട് ജില്ലയിൽ. ഇവിടെ എന്താ പറയുക, ഇവിടെ എന്താ അറിയാം എനിക്ക്, കടത്തിണ്ണ എന്നായിരിക്കും പറയാൻ തോന്നുന്നു. ഇങ്ങനെ കടത്തിണ്ണയിൽ കുറേ പേര് ഇരിക്കും, അടുക്കൂശരം പറയും, നാട്ടിലെ വിശേഷങ്ങൾ പറയും. അങ്ങനെ ഒരു ആംബിയൻസാണ്, അത് വല്ലാത്തൊരു ഫീലാട്ടോ. വറവിടില്ലേ, വറവിട്ടൊരു സ്മെല്ല്, ചട്നിയും ചമ്മന്തിയിൽ ഗംഭീര സ്മെല്ല്, നല്ല ചൂട് ചമ്മന്തി, കുറച്ച് സാമ്പാർ, പൂ പോലത്തെ ഇഡ്ഡലി, കൂടെ ഇവിടെ സ്പെഷ്യൽ ഈ ചമ്മന്തിപ്പൊടി കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ചെടുക്കുക. അത് കഷ്ണം എടുത്തിട്ട് ഹൈ നല്ല പൂ പോലത്തെ ഇഡ്ഡലി പറഞ്ഞാൽ പൂ പോലത്തെ ഇഡ്ഡലി. ഇപ്പോൾ ദോശയാണെന്ന് വെച്ചാൽ ദോശയാണ്, ഇഡ്ഡലിയാണെന്ന് വെച്ചാൽ ഇഡ്ഡലിയാണ്. അങ്ങനെ വലിപ്പത്തിലാണ്, അത്യാവശ്യം വലിയ വലിപ്പത്തിലാണ് ഇഡ്ഡലി. നമ്മുടെ സ്വന്തം രാമശ്ശേരി ഇഡ്ഡലി. പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ വരുമ്പം കുന്നാച്ചി എത്തും, അവിടെ നിന്ന് ലെഫ്റ്റിൽ തിരിയുക. ആ റോഡ് നേരെ വന്ന രാമശ്ശേരി എത്തും. പിന്നെ അത് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, കാരണം ലോകപ്രസിദ്ധമാണ് നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി. പല ഭാഗത്തും കാണാം രാമശ്ശേരി ഇഡ്ഡലി എന്ന് കാണാം. പക്ഷേ ഇവർ മറ്റു വേറെ ഫ്രാഞ്ചൈസികളൊന്നും ഇവർക്കില്ല. ഇത് സ്വന്തം ഇവർ നടത്തുന്ന, ഇവരെ സമുദായം നടത്തുന്ന, ഇവരെ കുടുംബം നടത്തുന്ന കടകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ നല്ല പൊളപ്പനായി കഴിച്ചിട്ട് പോവാം. തൽക്കാലം വിട്ടേക്കട്ടെ. ബൈ.